പ്രപഞ്ചം ഒരു മഹാസമുദ്രമാണെങ്കിൽ ആ സമുദ്രത്തിലെ ഏറ്റവും ശാന്തവും എന്നാൽ ആഴമേറിയതുമായ അലകളാണ് നക്ഷത്രങ്ങൾ. ആകാശഗംഗയിലെ 27 നക്ഷത്രവീഥികളിലൂടെ നാം നടത്തുന്ന യാത്ര അവസാനിക്കുന്നത് രേവതി എന്ന മഹാവിസ്മയത്തിലാണ്. ജ്യോതിഷ ചക്രത്തിലെ 27ാമത്തെ നക്ഷത്രം ഒരു വട്ടം പൂർത്തിയാക്കി മറ്റൊന്നിലേക്ക് ചുവടുവെക്കുന്ന സന്ധിസ്ഥാനം. എന്തുകൊണ്ടാണ് രേവതി നക്ഷത്രം ഇത്രയേറെ നിഗൂഢമായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള ഒരു തീർത്ഥാടനമാണ് ഈ വീഡിയോ. രേവതി എന്ന വാക്കിന്റെ അർത്ഥം ഐശ്വര്യവതി എന്നാണ്. എന്നാൽ ഈ ഐശ്വര്യം വെറും സ്വർണത്തിലോ പണത്തിലോ ഒതുങ്ങുന്ന ഒന്നല്ല. അത് അനുഭവങ്ങളുടെ ഐശ്വര്യമാണ്, ആത്മീയമായ ഔന്നത്യമാണ്, പ്രപഞ്ചത്തിന്റെ ഒരു പൂർണ്ണ രൂപം എന്നാണ് രേവതിയെ വിശേഷിപ്പിക്കുന്നത്. മീനരാശിയുടെ അറ്റത്ത് നക്ഷത്രമണ്ഡലത്തിന്റെ അതിരുകളിൽ നിലകൊള്ളുന്ന ഈ നക്ഷത്രം ലൗകിക ജീവിതത്തിൽ നിന്ന് മോക്ഷത്തിലേക്കുള്ള ഒരു പാലം പോലെയാണ്. ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഭൗതിക ലോകത്തേക്കാൾ കൂടുതൽ താല്പര്യം അദൃശ്യമായ ആത്മീയ ലോകത്തോടായിരിക്കും. നാം പലപ്പോഴും നക്ഷത്രഫലങ്ങൾ നോക്കാറുണ്ട്. എന്നാൽ ഒരു നക്ഷത്രത്തിന്റെ കാണാപ്പുറങ്ങൾ അഥവാ ആരും പറഞ്ഞു തരാത്ത രഹസ്യങ്ങൾ അന്വേഷിക്കാറുണ്ടോ? രേവതി നക്ഷത്രക്കാർക്കിടയിൽ ഒരു പ്രത്യേക ഊർജമുണ്ട്. അവർ ഒരാൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോഴും അവരുടെ മനസ്സ് ഏതോ വിദൂരതയിലായിരിക്കും. അവരുടെ കണ്ണുകളിൽ ഒരു തരം ആർദ്രതയും ചുണ്ടുകളിൽ ഒരു നിഗൂഢ മന്ദഹാസവും നമുക്ക് കാണാം. ഇവർ കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്നവരാണ്. ഒരു പക്ഷേ മറ്റുള്ളവർ വർഷങ്ങൾക്ക് ശേഷം മാത്രം തിരിച്ചറിയുന്ന സത്യങ്ങൾ രേവതി നക്ഷത്രക്കാർ ഇന്ന് തന്നെ തിരിച്ചറിഞ്ഞേക്കാം. ഈ നക്ഷത്രത്തിന്റെ ദേവത പൂഷാവാകുന്നു. സൂര്യന്റെ 12 ഭാവങ്ങളിൽ ഒന്നായ പൂഷാവ് പാതകളുടെ സംരക്ഷകനാണ്, വഴിതെറ്റിപ്പോകുന്നവരെ നേർവഴിക്ക് നയിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ രേവതി നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ ജീവിതത്തിലെ വഴികാട്ടികളായി മാറുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുമ്പോഴും സ്വന്തം ജീവിതത്തിലെ പല നിഗൂഢതകളിലും അവർ തളച്ചിടപ്പെടാറുണ്ട്. ഈ നക്ഷത്രക്കാരുടെ സ്വഭാവത്തിലെ സങ്കീർണതകൾ, അവരുടെ പ്രണയം, വേദനകൾ, അവർ ലോകത്തിന് നൽകുന്ന വലിയ സന്ദേശങ്ങൾ എന്നിവയെല്ലാം ഒരു കഥ പോലെ മനോഹരമാണ്. രേവതി നക്ഷത്രത്തെക്കുറിച്ച് സാധാരണ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നതിനപ്പുറം പുരാണങ്ങളിലെ നിഗൂഢമായ ഏടുകളിലും ആധുനിക മനഃശാസ്ത്രത്തിലും ഈ നക്ഷത്രത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. ഗണ്ടാന്ത എന്നറിയപ്പെടുന്ന അതീവ സങ്കീർണമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഈ നക്ഷത്രം മരണത്തെയും പുനർജന്മത്തെയും ഒരേപോലെ പ്രതിനിധീകരിക്കുന്നു. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് കരുതി നിൽക്കുന്നിടത്ത് നിന്ന് അത്ഭുതകരമായി ഉയർത്തെഴുന്നേൽക്കാൻ ഇവർക്കെങ്ങനെ സാധിക്കുന്നു? മൃഗങ്ങളോടും പ്രകൃതിയോടും ഇവർക്ക് മാത്രമുള്ള ആ അദൃശ്യ ബന്ധത്തിന്റെ രഹസ്യം എന്താണ്? കാണാപ്പുറങ്ങൾ തേടിയുള്ള ഈ യാത്രയിൽ രേവതി നക്ഷത്രക്കാരുടെ ഉള്ളിലെ സമുദ്രത്തെ നമുക്ക് അളക്കാൻ ശ്രമിക്കാം. അവരുടെ ഗുണങ്ങളും ദോഷങ്ങളും, ലോകം ഇതുവരെ തിരിച്ചറിയാത്ത അവരുടെ മാനസിക വ്യാപാരങ്ങളും, അവർ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഒരു വേറിട്ട സത്വമായി മാറുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. ജ്യോതിഷത്തിന്റെ കടുപ്പമേറിയ വാക്കുകൾക്കപ്പുറം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഷയിൽ രേവതിയുടെ അന്തസത്തയെ തൊട്ടറിയാം. ഒരു നക്ഷത്രം എങ്ങനെയാണ് ഒരാളുടെ സ്വപ്നങ്ങളെയും വിധിയെയും സ്വാധീനിക്കുന്നതെന്നറിയാനുള്ള കൗതുകകരമായ ഒരു യാത്രയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. രേവതി നക്ഷത്രത്തിന്റെ ദേവത പൂഷാവാണ്. വേദങ്ങളിൽ സൂര്യന്റെ ഒരു ഭാവമായാണ് പൂഷാവിനെ കണക്കാക്കുന്നത്. ഇദ്ദേഹം പാതകളുടെ ദേവനാണ്, വഴിതെറ്റിപ്പോകുന്ന മൃഗങ്ങളെയും മനുഷ്യരെയും ശരിയായ ദിശയിലേക്ക് നയിക്കുന്നവൻ. പുരാണങ്ങളിൽ രേവതി നക്ഷത്രത്തിന് മറ്റൊരു മനോഹരമായ കഥയുണ്ട്. ആനർത്ത രാജാവിന്റെ മകളായിരുന്നു രേവതി. അതിരൂക്ഷമായ സൗന്ദര്യവും അറിവുമുള്ള അവൾക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്താൻ രാജാവിന് സാധിച്ചില്ല. ഒടുവിൽ അദ്ദേഹം മകളുമായി സത്യലോകത്ത് ബ്രഹ്മാവിനെ കാണാൻ പോയി. അവിടെ എത്തിയപ്പോൾ ഒരു ഗന്ധർവ സംഗീതം നടക്കുകയായിരുന്നു. അത് കഴിയാൻ രാജാവും മകളും കാത്തുനിന്നു. സംഗീതം കഴിഞ്ഞ് ബ്രഹ്മാവിനെ കണ്ടപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ചിലവഴിച്ച കുറച്ച് സമയം കൊണ്ട് ഭൂമിയിൽ യുഗങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഇപ്പോൾ ദ്വാപരയുഗമാണ്. നിനക്ക് പരിചയമുള്ളവരൊന്നും ഭൂമിയിലില്ല. പിന്നീട് ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം രേവതിയെ ബലരാമന് വിവാഹം കഴിച്ചു നൽകി എന്നാണ് കഥ. ഈ കഥ സൂചിപ്പിക്കുന്നത് രേവതി നക്ഷത്രക്കാർക്ക് സമയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്നാണ്. അവർ പലപ്പോഴും ഒരു കാലഘട്ടത്തിന് മുൻപേ സഞ്ചരിക്കുന്നവരായിരിക്കും. രേവതി നക്ഷത്രക്കാർ പൊതുവെ സൗമ്യശീലരും സൽസ്വഭാവികളുമായിരിക്കും. അവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നോക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദനകൾ കണ്ടു നിൽക്കാൻ ഇവർക്ക് കഴിയില്ല. മൃഗങ്ങളോടും പ്രകൃതിയോടും ഇവർക്ക് വലിയ സ്നേഹമായിരിക്കും. ഒരു നായയോ പൂച്ചയോ വേദനിക്കുന്നത് കണ്ടാൽ പോലും ഇവരുടെ കണ്ണു നിറയും. ലോകം മുഴുവൻ സംസാരിക്കാൻ വെമ്പുമ്പോൾ മറ്റൊരാളുടെ പ്രശ്നങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കാൻ രേവതി നക്ഷത്രക്കാർ തയ്യാറാകുന്നു. ഇതുകൊണ്ട് തന്നെ മികച്ച കൗൺസിലർമാരാകാൻ ഇവർക്ക് കഴിയും. പൂഷാവ് പാതകളുടെ ദേവനായതുകൊണ്ട് തന്നെ രേവതി നക്ഷത്രക്കാർക്ക് യാത്രകളോട് വലിയ താല്പര്യമായിരിക്കും. പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാനോ താമസിക്കാനോ ഇവർക്ക് യോഗമുണ്ടാകും. തർക്കങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ആരെയും വേദനിപ്പിക്കാതെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്കറിയാം. സമൂഹത്തിൽ രേവതി നക്ഷത്രക്കാരെ തിരിച്ചറിയാൻ എളുപ്പമാണ്.
അവർ ഒരാൾക്കൂട്ടത്തിലുണ്ടെങ്കിലും എവിടെയോ ഒരു ഏകാന്തത അനുഭവിക്കുന്നവരായി തോന്നും. മറ്റുള്ളവർ പണത്തിനും പദവിക്കും പുറകെ ഓടുമ്പോൾ രേവതി നക്ഷത്രക്കാർ ജീവിതത്തിന്റെ അർത്ഥം തേടുകയാകും. അവർക്ക് ലഭിക്കുന്ന വലിയൊരു വിജയം പോലും വളരെ ലാഘവത്തോടെ അവർ സ്വീകരിക്കും. ആരോടും പറയാതെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരിൽ വലിയൊരു വിഭാഗം രേവതി നക്ഷത്രക്കാരാണ്. ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയരുതെന്ന് വിശ്വസിക്കുന്നവരാണിവർ. നിയമങ്ങളെക്കാൾ മനുഷ്യത്വത്തിന് ഇവർ വില നൽകുന്നു. നിയമം തെറ്റിച്ചാണെങ്കിലും ഒരാളെ സഹായിക്കാൻ ഇവർ മടിക്കില്ല. ബുധനധിപനായ നക്ഷത്രമായതുകൊണ്ട് തന്നെ മികച്ച ധാരണാശക്തിയും വിശകലന ശേഷിയും ഇവർക്കുണ്ടാകും. സൗഹൃദത്തിലായാലും പ്രണയത്തിലായാലും ഇവർ അങ്ങേയറ്റം വിശ്വസ്തരായിരിക്കും. ഒരിക്കൽ ഒരാളെ വിശ്വസിച്ചാൽ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഇവർ തയ്യാറാകും. കല, സംഗീതം, എഴുത്ത് എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കും. ഭാവനാ ലോകത്ത് സഞ്ചരിക്കാൻ ഇവർക്ക് വലിയ ഇഷ്ടമാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സ്വന്തം തലയിലേറ്റുന്നത് വഴി ഇവർ അന്യായമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കാറുണ്ട്. പലപ്പോഴും രണ്ടു തോണിയിൽ കാലിട്ട അവസ്ഥയിലായിരിക്കും ഇവർ. ഒരു കാര്യത്തിൽ ഉറച്ച തീരുമാനമെടുക്കാൻ ഇവർ വൈകും. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് സ്വന്തം നിലപാടുകളിൽ നിന്ന് ഇവർ പലപ്പോഴും വ്യതിചലിക്കാറുണ്ട്. ഇത് ചിലപ്പോൾ ചതിക്കപ്പെടാൻ കാരണമാകാം. കാൽപാദങ്ങളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. കൂടാതെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഇവരെ അലട്ടാറുണ്ട്. രേവതി നക്ഷത്രക്കാരെ കുറിച്ച് സാധാരണ ജ്യോതിഷ പുസ്തകങ്ങളിൽ കാണാത്ത ചില ഗൂഢമായ വശങ്ങളുണ്ട്. അവയെ നമുക്ക് കാണാപ്പുറങ്ങൾ എന്ന് വിളിക്കാം. രേവതി മീനരാശിയിലെ അവസാന നക്ഷത്രമാണ്. ഇവിടെയാണ് ഒരു രാശിചക്രം അവസാനിക്കുന്നത്. രേവതിയുടെ അവസാന പാദത്തിൽ ജനിച്ചവർ ഗണ്ഡാന്ത ദോഷമുള്ളവരാണെന്ന് പറയപ്പെടുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു ദോഷമല്ല, മറിച്ച് വലിയൊരു പരിവർത്തനത്തിന്റെ സൂചനയാണ്. ഈ അവസ്ഥയിൽ ജനിക്കുന്നവർ ജീവിതത്തിൽ വലിയ തകർച്ചകളെയും അതിജീവനങ്ങളെയും നേരിടേണ്ടി വരും. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കരുത്ത് പ്രപഞ്ചം ഇവർക്ക് നൽകുന്നു. രേവതി നക്ഷത്രക്കാർക്ക് അദൃശ്യമായ ഒരു ലോകവുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവരുടെ സ്വപ്നങ്ങൾ പലപ്പോഴും സത്യമാകാറുണ്ട്. വരാനിരിക്കുന്ന അപകടങ്ങളെ മുൻകൂട്ടി അറിയാനുള്ള ഒരു സിക്സ് സെൻസ് ഇവർക്കുണ്ടാകും. പലപ്പോഴും അത്ഭുതകരമായ രീതികളിലായിരിക്കും ഇവർ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഭാരതീയ ജ്യോതിഷമനുസരിച്ച് രേവതി മോക്ഷത്തിന്റെ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ മുൻജന്മങ്ങളിൽ കുറേയധികം പാപപുണ്യങ്ങൾ അനുഭവിച്ചു തീർത്തവരായിരിക്കും. ഈ ജന്മത്തിൽ അവർക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ പലതും അവരുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ളതാണ്. രേവതി നക്ഷത്രക്കാർക്ക് വാക്കുകളില്ലാതെ തന്നെ പ്രകൃതിയോട് സംസാരിക്കാൻ കഴിയും. പൂച്ചകൾ, പക്ഷികൾ, പശുക്കൾ എന്നിവയ്ക്ക് ഇവരോട് പ്രത്യേകമായ ഒരു അടുപ്പം അനുഭവപ്പെടാറുണ്ട്. പഴയകാല കന്നുകാലികളെ സംരക്ഷിക്കുന്നവർക്ക് രേവതി നക്ഷത്രവുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. സൈക്കോളജിസ്റ്റ്, അധ്യാപകന്മാർ, കലാകാരന്മാർ, ട്രാവൽ ഗൈഡുകൾ, എഞ്ചിനീയറിംഗ്, മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ എന്നീ നിലകളിൽ ഇവർ തിളങ്ങുന്നു. പങ്കാളിയോട് അങ്ങേയറ്റം സ്നേഹവും കരുതലും ഇവർ കാണിക്കും. എന്നാൽ പങ്കാളി തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ ഇവരെ പെട്ടെന്ന് നിരാശരാക്കും. ഇവർക്ക് മീനരാശിയിലോ കന്നിരാശിയിലോ ഉള്ള പങ്കാളികൾ അനുയോജ്യരായിരിക്കും. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ത്യജിക്കുന്നവരാണിവർ. എങ്കിലും പലപ്പോഴും ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ എണ്ണം ഇവർക്ക് കുറവായിരിക്കും. ഈ നക്ഷത്രത്തിന്റെ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനും ദോഷങ്ങൾ കുറയ്ക്കാനും ചില പ്രായോഗിക വഴികളുണ്ട്. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി സ്വന്തം താല്പര്യങ്ങൾ ബലികഴിക്കുന്നത് നിർത്തുക. സ്വന്തം മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുക. ഭാവനാ ലോകത്ത് ജീവിക്കാൻ ഇഷ്ടമാണെങ്കിലും പ്രായോഗിക ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാകണം. മനസ്സിന് അസ്വസ്ഥത തോന്നുമ്പോൾ ജലാശയങ്ങളുടെ അരികിലോ വനപ്രദേശത്തോ സമയം ചെലവഴിക്കുന്നത് ഇവർക്ക് പോസിറ്റീവ് എനർജി നൽകും. സാധുക്കൾക്ക് അന്നദാനം നൽകുന്നതും പക്ഷികൾക്ക് തീറ്റ നൽകുന്നതും രേവതി നക്ഷത്രക്കാർക്ക് ഐശ്വര്യം നൽകും. ജ്യോതിഷത്തിൽ പറയുന്ന 28ാമത്തെ നക്ഷത്രമായ അഭിജിത്ത് രേവതി നക്ഷത്രത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. രേവതിക്ക് എല്ലാ നക്ഷത്രങ്ങളുടെയും സാരം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. കാരണം ഇത് അവസാനത്തെ നക്ഷത്രമാണ്. മുന്നിലുള്ള 26 നക്ഷത്രങ്ങളുടെയും അനുഭവങ്ങൾ രേവതിയിൽ ലയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാത്തരം മനുഷ്യരോടും ഇഴുകിച്ചേരാൻ എളുപ്പമാണ്. മീനരാശിയുടെ അടയാളം 2 മത്സ്യങ്ങളാണ്. ഇതിൽ ഒരു മത്സ്യം മുകളിലേക്കും മറ്റൊന്ന് താഴേക്കും നോക്കുന്നു. ഇത് ആത്മാവിനെയും ശരീരത്തെയും വിപരീത ദിശയിലേക്കുള്ള സഞ്ചാരത്തെ സൂചിപ്പിക്കുന്നു. രേവതി നക്ഷത്രക്കാർക്ക് പലപ്പോഴും ഭൗതിക സുഖങ്ങളും ആത്മീയ ചിന്തകളും തമ്മിൽ വലിയൊരു ആഭ്യന്തര യുദ്ധം നടക്കാറുണ്ട്. ഇവർ വെള്ളത്തിനോട് അതീവ താല്പര്യം കാണിക്കും. കടൽ തീരത്തിരിക്കുമ്പോഴോ മഴ നനയുമ്പോഴോ ഇവർക്ക് ലഭിക്കുന്ന സമാധാനം വാക്കുകൾക്ക് അതീതമാണ്. രേവതി നക്ഷത്രം കേവലം ഒരു ജന്മനക്ഷത്രമല്ല, മറിച്ച് അതൊരു ആത്മീയ പാതയാണ്. ഒരു ചക്രം അവസാനിക്കുന്നിടത്ത് പുതിയൊരു ഉദയം കാത്തിരിക്കുന്നു എന്ന സത്യം രേവതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹവും കരുണയും സഹാനുഭൂതിയും കൈമുതലായുള്ള ഇവർക്ക് ഈ ലോകത്തെ കൂടുതൽ മനോഹരമാക്കാൻ കഴിയും. നിങ്ങളൊരു രേവതി നക്ഷത്രക്കാരനാണെങ്കിൽ അറിഞ്ഞിരിക്കുക, നിങ്ങൾ ജനിച്ചത് മറ്റുള്ളവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാനാണ്. സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മനുഷ്യസ്നേഹിയായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഐശ്വര്യം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുമ്പോഴാണ് രേവതി എന്ന പേര് അന്വർത്ഥമാകുന്നത്. പ്രപഞ്ചത്തിന്റെ അവസാന ബിന്ദുവിൽ നിന്ന് അടുത്ത ബിന്ദുവിലേക്കുള്ള ആ മഹായാത്രയിൽ രേവതി നക്ഷത്രക്കാർ വഴികാട്ടികളായി നിലകൊള്ളുന്നു. ആരും പറയാത്ത രഹസ്യങ്ങൾ അവർ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്.